എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് എല്ലാ വണ്ടികളുടെയും വില നമ്മുടെ GST കുറവ് സംഭവിച്ചതനുസരിച്ച് വില കുറയുന്നുണ്ടായിരുന്നു. അതായത് 28% GST ഉള്ളിടത്തുനിന്ന് ഇപ്പോൾ 18% അതിന്റെ ഭാഗമായിട്ട് എല്ലാ വണ്ടികളും കുറയുന്നത് പോലെ നമ്മുടെ ഹോണ്ടയുടെ വണ്ടികൾക്കും വിലയും കാര്യങ്ങളും കുറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ വണ്ടികൾക്ക് എത്രയൊക്കെയാണ് വെച്ച് കുറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ എല്ലാ വണ്ടിയുടെയും ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രയോജനപ്പെട്ട വീഡിയോ ആണ്. വീഡിയോ ഫുൾ ആയിട്ട് കാണും. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലെ എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൂടാതെ നിങ്ങൾ നമ്മുടെ ചാനലിൽ താഴെ കമന്റ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഏതൊക്കെ വണ്ടികൾക്ക് എത്രയൊക്കെ വെച്ച് കുറഞ്ഞിട്ടുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ കുറഞ്ഞ പ്രൈസിൽ എത്രയാണ് വണ്ടികൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു ലിസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മൾ ബൈക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈക്കിന്റെ സെഗ്മെന്റ് ആണ്. ബൈക്കിന്റെ സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 100cc വണ്ടി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100cc തൊട്ട് നമുക്ക് ഏകദേശം 200cc വരെ കാറ്റഗറി പെടുന്ന ബൈക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും വില കുറവിൽ ഏറ്റവും നല്ലൊരു വണ്ടി, മൈലേജ് കൂടിയ ഒരു വണ്ടി എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ 100cc കാറ്റഗറി പെടുന്ന ഹോണ്ടയുടെ ഷൈൻ 100ന്റെ ബേസ് മോഡൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറവില്ല. നമുക്ക് ഇപ്പോൾ അതിന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 85,000 രൂപയാണ്. അപ്പോൾ അതിന് രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് നോർമൽ ബേസ് മോഡലും വരുന്നുണ്ട്, അതുപോലെ തന്നെ DX എന്ന് പറഞ്ഞൊരു പുതിയ മോഡലും വന്നിട്ടുണ്ട്. ഈ വണ്ടിയിൽ നിന്ന് അപ്ഡേഷൻ വന്ന സമയത്ത് കുറച്ചധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിക്ക് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 91,000 രൂപയാണ്. ഇതിന് മുമ്പ് നമുക്ക് 1 ലക്ഷത്തിന് മേളിൽ വില വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് 91 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. ഈ രണ്ട് വണ്ടികൾക്ക് ഏകദേശം 80 കിലോമീറ്റർ മേളിൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കംഫോർട്ട് ലെവൽ കൂടുതലാണ്. അപ്പോൾ അത് അഫോർഡബിൾ പ്രൈസിൽ ആരും തരാത്ത രീതിയിൽ ഇത്രയും വിലക്കുറവിൽ നമുക്ക് ഹോണ്ട ഷൈൻ 100 എന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ നിലവിൽ വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 110cc കാറ്റഗറിയിലാണ്. 110cc കാറ്റഗറിയിൽ നമുക്കുള്ളത് ലിവോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏകദേശം 1,05,000 രൂപയ്ക്കകത്താണ് ഈ വില കുറവിൽ നമുക്ക് ലിവോ ഓൺ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇറക്കാൻ പറ്റുന്നത്. വിത്ത് ഫിറ്റിംഗ്സിന്റെ എമൗണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്തത് 125cc കാറ്റഗറിയിലെ വണ്ടികളാണ്. 125cc കാറ്റഗറിയിൽ നമുക്ക് ആദ്യമായിട്ടുള്ളത് ഷൈൻ 125 ആണ്. ഷൈൻ 125ന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ 1,10,000 രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഫുൾ ഫിറ്റിംഗ്സോട് അടക്കം നമുക്ക് ഷൈൻ 125 ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നത്. അടുത്ത 125cc കാറ്റഗറി ഉള്ളത് SP 125 ആണ്. SP 125ന്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1,16,000 രൂപയാണ്. അതിൽ നമുക്ക് വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു 125cc ബൈക്കാണ്, ഒരു സ്പോർട്ടി കാറ്റഗറിയിൽ പെടുന്ന ഹോർനെറ്റ് 125. അത് പുതുതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ കിട്ടുന്നതാണ്. ഇതിന് നമുക്ക് ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,29,000 രൂപയാണ്. വിത്ത് ഫിറ്റിംഗ്സ് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ പുതിയ വണ്ടി നമ്മുടെ കിട്ടാത്ത വണ്ടിയാണ്. അതിൽ പോലും നമുക്ക് GST കുറവ് സംഭവിച്ചപ്പോൾ തന്നെ നമുക്ക് ഓൺ റോഡ് പ്രൈസിലും കാര്യങ്ങളൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അടുത്തത് 160cc കാറ്റഗറിയിലെ ബൈക്കുകളാണ്. നമുക്ക് യൂണിക്കോണും SP 160യുമാണ് 160cc കാറ്റഗറിയിൽ വരുന്നത്. ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂണിക്കോൺ നമുക്കിപ്പോൾ ഏകദേശം 1,45,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് ഇറക്കാൻ പറ്റുന്നതാണ്. വിത്ത് ഫിറ്റിംഗ്സ് ആണ്. നമുക്കും അത് നല്ലൊരു ഡീലാണ്. നേരത്തെ 1,55 1,57 വരെ വില വരുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ 1,45 നമുക്ക് ഫിറ്റിംഗ്സോടുകൂടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് SP 160 ആണ്. ഇപ്പോൾ യൂണിക്കോണിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ഡേഷൻ വന്നു. കാരണം ഡ്യുവൽ ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിംഗിൾ ചാനൽ ABS ഉണ്ട്, TFT ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു കൂടിയ മോഡൽ, അതായത് അപ്ഡേഷൻ ചെയ്ത മോഡൽ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഡ്യുവൽ ഡിസ്ക് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് SP 160 കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് 1,51,000 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡിൽ നമുക്ക് ഫിറ്റിംഗ്സ് കൂടി ഇറക്കാവുന്നതാണ്. രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. നമുക്ക് സിംഗിൾ ഡിസ്ക് വേരിയന്റ് വരുന്നുണ്ട്, ഡ്യുവൽ ഡിസ്ക് വേരിയന്റ് വരുന്നുണ്ട്. സിംഗിൾ ഡിസ്ക് ആണെങ്കിൽ നമുക്ക് 1,46,000 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡ് ഇപ്പോൾ ഇറക്കാവുന്നതാണ്. അടുത്തത് 180cc കാറ്റഗറി അല്ലെങ്കിൽ 200cc കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് ഹോർനെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പുതിയ അപ്ഡേഷനോട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു GSTയുടെ ഭാഗമായിട്ട് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1,82,000 രൂപയ്ക്കകത്ത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്. നേരത്തെ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്കകത്ത് വില വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് GST ഭാഗമായിട്ട് അതിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടൊരു ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ NX 200 ആണ്. അത് നമുക്ക് ഈ ഹോർനെറ്റിന്റെ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു ഓഫ് റോഡ് കാറ്റഗറി പെടുന്ന, അല്ലെങ്കിൽ ഓഫ് റോഡ് ടൂറിംഗ് കാറ്റഗറി പെടുന്ന വാഹനമാണ് NX 200 എന്ന് പറയുന്നത്. ഹോർനെറ്റ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടൊരു ടൂറിംഗ് കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് വേണമെങ്കിലും ടൂറിംഗ് വേണമെങ്കിലും നമുക്ക് NX 200 തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1,90,000 രൂപയാണ് നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നേരത്തെ നമുക്ക് 2 ലക്ഷത്തിന് മേളിൽ വില വരുന്ന ഒരു വാഹനമാണ്. അതിനിപ്പോൾ നമുക്ക് 1,95 നമുക്ക് ഓൺ റോഡ് ഇറക്കാവുന്നത്.
അടുത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ ഒരു സെഗ്മെന്റാണ് സ്കൂട്ടർ സെഗ്മെന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സെഗ്മെന്റ് കൂടെയാണ് സ്കൂട്ടർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ആക്റ്റീവയാണ്. 110cc കാറ്റഗറിയിൽ ആക്റ്റീവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മറ്റൊരു മോഡൽ. അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആക്റ്റീവയുടെ വില പറയാം. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് 1,00,000 മേളിലായിരുന്നു വില വരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണ്ട ആക്സസറീസ് മാത്രം ഫിറ്റ് ചെയ്ത് 1,00,000 താഴെ വേണേലും ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഇപ്പോൾ ആക്റ്റീവ് വന്നിട്ടുണ്ട്. അപ്പം വേറൊരു കമ്പനി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല 1,00,000 താഴെ നമുക്ക് ആക്റ്റീവ് ഇറക്കാൻ പറ്റും. ഫുൾ ഫിറ്റിംഗ്സോട് ചേർന്ന് വരുന്ന എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. ഏകദേശം 1,05,000 രൂപയ്ക്കകത്ത് നമുക്ക് ഫുൾ ഫിറ്റിംഗ്സിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. എന്നാൽ നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് മതി എന്നുണ്ടെങ്കിൽ 1,00,000 അകത്തായിട്ട് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഇപ്പോൾ നമുക്ക് ആക്റ്റീവ 110 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ 110 3 കാറ്റഗറിയാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം 1,05,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതിൽ ഫിറ്റിംഗ് നിലവിൽ ഫുൾ ഫിറ്റിംഗ്സോടെ 1,16,000 രൂപയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഓൺ റോഡ് ഇറക്കാവുന്നതാണ് ആക്റ്റീവ 110 ടോപ്പ് മോഡൽ. അപ്പോൾ ഇതിന്റെ ഞാൻ ഈ പറഞ്ഞത് ഫുൾ ഫിറ്റിംഗ്സോടാണ്. ഫിറ്റിംഗ്സിന്റെ എമൗണ്ട് കുറയുന്നതനുസരിച്ച് നമുക്ക് ഈ 1,16 എന്നുള്ളത് വീണ്ടും കുറയും. നമുക്ക് ആവശ്യമുള്ള ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്താൽ മതി. അത് ഒരു ഓപ്ഷനിലാണ്. ഫുൾ ഫിറ്റിംഗ്സ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഓപ്ഷനിലാണ് നമുക്ക് ഫിറ്റിംഗ്സിന്റെ കാര്യത്തിൽ വരുന്നത്. അപ്പം മിനിമലായിട്ടൊരു ഫിറ്റിംഗ്സ് മതി എന്നുണ്ടെങ്കിൽ 1,16 എന്നുള്ളത് ഏകദേശം ഒരു 1,10 അല്ലെങ്കിൽ 1,14 നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് ആക്റ്റീവയുടെ തന്നെ ആക്റ്റീവ 125 ആണ്. ഇന്ത്യയിൽ നമുക്ക് പ്രീമിയം കാറ്റഗറിയിൽ ഒരു സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ 125 ആയിരുന്നു നമുക്ക് നിലവിൽ ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പുതിയ അപ്ഡേഷനിൽ TFT മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും കിടക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓൺ റോഡ് പ്രൈസ് നേരത്തെ എന്ന് പറയുന്നത് ഏകദേശം 1,30,000 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് 1,19,000 രൂപയ്ക്ക് ഫുൾ ഫിറ്റിംഗ്സ് ഇറക്കാൻ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന മോഡലായിട്ട് ആക്റ്റീവ 125 മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പോർട്ടി സ്കൂട്ടറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് തരംഗമായിട്ട് മാറിയിട്ടുള്ള ഹോണ്ടയുടെ തന്നെയുള്ള ഹോണ്ട ഡിയോ 110. അതിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്കൂട്ടർ ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഒരു സ്കൂട്ടറിന്റെ ഡിസൈൻ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്പോർട്ടി സ്കൂട്ടറും നമുക്ക് ഇന്ത്യയിൽ നിലവിൽ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇറക്കാൻ പറ്റും. ഇപ്പോൾ ആക്റ്റീവയെക്കാട്ടിലും വില കുറഞ്ഞിട്ടുണ്ട് ഡിയോയ്ക്ക്. അത് നോക്കിക്കഴിഞ്ഞാൽ ഡിയോയ്ക്ക് 1,00,000 അകത്ത് നമുക്ക് മിനിമം ഫിറ്റിംഗ്സിനോട് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 അകത്ത് നമുക്ക് ഇറക്കാൻ പറ്റും. എന്നാൽ ഫുൾ ഫിറ്റിംഗ്സിനോട് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 രൂപ ഡിയോയുടെ തന്നെ 3 വേരിയന്റാണെന്ന് വരുന്നത്. നമുക്ക് ആക്റ്റീവയ്ക്ക് പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്, DLX, സ്മാർട്ട്. അപ്പോൾ ഇതിന്റെ DLX വേരിയന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് സ്റ്റാൻഡേർഡ് മോഡലാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലാണ് 1,00,000 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതെങ്കിൽ ഇതിന്റെ DLX മോഡൽ അതായത് ടോപ്പ് വേരിയന്റ് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ ഏകദേശം 1,12,000 രൂപയാണ് ഇപ്പോൾ നിലവിലായിട്ടുള്ള ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ. നേരത്തെ 1,20 വരെ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് 1,12 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡ് ഫുൾ ഫിറ്റിംഗ്സ് ഇറക്കാം. ഡിയോ 125 ആണ്. ഡിയോ 110ന്റെ ഒരു സക്സസിന്റെ ഭാഗമായിട്ട് ഒരു 125cc കാറ്റ് അതിൽ കുറച്ചുകൂടെ പവറും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഡിയോ 125 എന്നുള്ളത്. അതിന്റെ അപ്ഡേറ്റഡ് മോഡലാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. 2025 ഡിസ്ക് ബ്രേക്കോട് കൂടി വന്നു. TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെയും 2 മോഡലാണ് നമുക്കുള്ളത്, സ്റ്റാൻഡേർഡും അതുപോലെ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ സ്മാർട്ടിന്റെ വില ഞാൻ പറയുന്നില്ല. നമുക്ക് നോർമലായിട്ട് എടുക്കാൻ പറ്റുന്ന നോർമൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ വരുന്നത് ഏകദേശം 1,17,000 രൂപയ്ക്കകത്താണ് ഇപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ 1,27,000 രൂപ വരെ പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. അതിന്റെയും വില കുറഞ്ഞതാണ് നമുക്ക് വരുന്നത്. ഏകദേശം 1,17,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ഫിറ്റിംഗ്സോട് അടക്കം നമുക്ക് ഓൺ റോഡ് ഇറക്കുന്ന പ്രൈസ് വെച്ചിട്ടാണ് കുറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ കാണുന്ന പോലെയാണ് അതിന്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കിട്ടിയിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് ഇത് നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ് എന്നുള്ള ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. എക്സ്ഷോറൂം പ്രൈസിൽ നിന്ന് എത്ര രൂപ കുറവ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ടാക്സിൽ കുറവ് വരുന്നുണ്ട്, ഇൻഷുറൻസിൽ കുറവ് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്ന ആക്സസറീസിലും കുറവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ഷോറൂം പ്രൈസിന് കുറവാണ്. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു 2,000-3,000 രൂപ അഡീഷണൽ ആയിട്ട് കുറവ് വരും. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ സ്റ്റാൻഡേർഡിന്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എന്നല്ല പറയുന്നത്, എക്സ്ഷോറൂം പ്രൈസ് ആണ്. അപ്പോൾ ഏകദേശം 86,000 രൂപയ്ക്കകത്താണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 79,000 രൂപയ്ക്കകത്തുള്ള എക്സ്ഷോറൂം പ്രൈസിലോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 7,000 രൂപയുടെ അടുത്ത് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്റ്റീവ 110 സ്റ്റാൻഡേർഡിൽ വന്നിട്ടുണ്ട്. അത് DLXന്റെ നോക്കിക്കഴിഞ്ഞാൽ 96,000 രൂപയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ് നേരത്തെ എങ്കിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം 88,000 രൂപയ്ക്കകത്ത് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ടുണ്ട്. അതിന് ഏകദേശം 7,900 രൂപയ്ക്കകത്ത് നമുക്ക് കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു റൗണ്ട് ഫിഗർ ആണ് ഞാൻ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവയുടെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ നമുക്ക് 97,000 രൂപയായിരുന്നു ഒരു എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ 89,000 രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. ഏകദേശം 8,000 രൂപയുടെ ഡിഫറൻസ് ഒരു കുറവ് നമുക്ക് നിലവിൽ ഈ ഒരു GSTയുടെ ഭാഗമായിട്ട് അതും കുറഞ്ഞിട്ടുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ ആക്റ്റീവ സ്മാർട്ട് ആണ്. ഏകദേശം 90,000 രൂപ 99,000 രൂപ വരെ വരുന്ന എക്സ്ഷോറൂം പ്രൈസ് വരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് 91,000 രൂപയ്ക്കകത്ത് എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതിന് നമുക്ക് ഏകദേശം
8200 രൂപയുടെ അടുപ്പിച്ചുള്ള കുറവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് ആക്റ്റീവ് 125 ആണ്. ആക്റ്റീവ് 125 ഏകദേശം 1 ലക്ഷം രൂപയ്ക്കകത്താണ് വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ നേരത്തെയുള്ള എക്സ്ഷോറൂം പ്രൈസ്, ഇപ്പോഴത്തെയുള്ള എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 91,000 രൂപയായി. അതിന് നമുക്ക് ഏകദേശം 8200 രൂപ അടുപ്പിച്ചുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് GST ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഇളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആക്റ്റീവ് 125 സ്മാർട്ട് ആണെങ്കിൽ 1,06,000 രൂപയ്ക്കകത്താണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 97,000 രൂപയായി അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഏകദേശം 8,300 രൂപയാണ് നമുക്ക് ലിമിറ്റഡിന് ഒരു കുറവ് വന്നിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡിയോ 110ന്റെ സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണ്. അതിന് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നത് 81,000 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ 74,000 രൂപ ആയിട്ടുണ്ട്. ഏകദേശം 7,700 രൂപയാണ് നമുക്ക് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്, അതായത് കുറവ് വന്നിരിക്കുന്നത് GSTയുടെ ഭാഗമായിട്ട്. ഇനിയും ഡിയോ DLXന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 93,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടി നമുക്കിപ്പോൾ ഏകദേശം 85,000 രൂപ വരെ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്, അതായത് എക്സ്ഷോറൂം പ്രൈസിൽ. അതിന് നമുക്ക് 7,700 രൂപയുടെയാണ് ഒരു കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിയോ 125 സ്റ്റാൻഡേർഡ്, അതിന് നമുക്ക് ഏകദേശം 98,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നതെങ്കിൽ 98,000 രൂപയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ് വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 90,000 രൂപ ആയിട്ടുണ്ട്. അതിന് ഏകദേശം 8,100 രൂപയുടെയാണ് ആ ഒരു GST സംഭവിച്ച കുറവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഡിയോ സ്മാർട്ടാണ്. ഏകദേശം 1,04,000 രൂപ വരെ വരുന്ന സ്മാർട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതും 95,000 രൂപ ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഏകദേശം 8,500 രൂപയുടെയാണ് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് ബൈക്കിന്റെ സെഗ്മെന്റ് ആണ്. ബൈക്കിന്റെ സെഗ്മെന്റിൽ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് SP 125 ആണ്. SP 125 സ്റ്റാൻഡേർഡ് നമുക്ക് ഏകദേശം 96,000 രൂപ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് 88,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 7,900 രൂപയുടെ ഡിഫറൻസ് നമുക്ക് SP 125 സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. DLX വേരിയന്റ് നമുക്ക് ഏകദേശം 99,000 രൂപ വരുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 91 രൂപയ്ക്ക് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അത് ഏകദേശം 8,200 രൂപയ്ക്കകത്തുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് പ്രൈസിന്റെ കാര്യത്തിൽ. അതേപോലെ നമുക്ക് അടുത്തൊരു വണ്ടി വരുന്നത് ഹോർനെറ്റിന്റെ 125cc ആണ്. പുതുതായിട്ട് ഇറങ്ങിയാണ്, നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ലോഞ്ച് ചെയ്തെങ്കിലും കേരളത്തിൽ നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ CB ഹോർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1,12,000 രൂപയായിരുന്നു ആ ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 1,02,000 രൂപയ്ക്കകത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം 9,200 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ തന്നെ നിലവിൽ കിട്ടുന്നുണ്ട്. അടുത്തത് വരുന്നത് ഷൈൻ 100 ആണ്. ഷൈൻ 100ന്റെ ഇത് ബേസ് മോഡലാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഏകദേശം 70,000 രൂപ ആയിരുന്നെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്കത് 64,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം 5,800 രൂപയുടെ ഒരു ഡിഫറൻസ് അതിൽ വരുന്നുണ്ട്. ഇനിയും ഷൈൻ 100ന്റെ DX മോഡലാണ്. ഏകദേശം 76,000 രൂപയായിരുന്നു ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എങ്കിൽ നിലവിൽ നമുക്കത് 70,000 രൂപ ആയിട്ടുണ്ട്. അത് നമുക്ക് പുതിയൊരു മോഡലാണ്. അതിന് നമുക്ക് ഏകദേശം 6,300 രൂപയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഷൈൻ 125 ആണ്. ഷൈൻ 125 ഡ്രമ്മും കിട്ടുന്നുണ്ട്, നമുക്ക് ഡിസ്കും കിട്ടുന്നുണ്ട്. ഇതിൽ ഡ്രം വേരിയന്റ് 89,000 രൂപ ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ് എങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 82,000 രൂപ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 7,300 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി അതിന്റെ നമുക്ക് ഡിസ്ക് വേരിയന്റാണ്. ഷൈൻ 125ന്റെ ഡിസ്ക് വേരിയന്റാണ്. ഏകദേശം 94,000 രൂപ വില ഉണ്ടായിരുന്ന വണ്ടി ഇപ്പോൾ ഏകദേശം എക്സ്ഷോറൂം പ്രൈസ് 86,000 രൂപ ആയിട്ടുണ്ട്. അതിന് നമുക്ക് 7,700 രൂപയുടെ അടുപ്പിച്ചുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ എക്സ്ഷോറൂം പ്രൈസിൽ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് വരുന്നത് ലിവോ ആണ്. ലിവോ നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്, അതായത് ഡ്രമ്മും വരുന്നുണ്ട്, ഡിസ്കും വരുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ഡിസ്ക് വേരിയന്റാണ് എല്ലാ ഷോറൂമിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഡ്രം വേരിയന്റിന് 86,000 രൂപ വരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ 79,000 രൂപ ആയിട്ടുണ്ട്. അതിന് ഏകദേശം 7,100 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഡിസ്ക് വേരിയന്റാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 89,000 രൂപ എക്സ്ഷോറൂം പ്രൈസിൽ വരുന്നുണ്ടെങ്കിൽ അത് 82,000 രൂപ ആയിട്ടുണ്ട്. അതിന് നമുക്ക് 7,300 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അടുത്തത് യൂണിക്കോൺ ആണ്. യൂണിക്കോൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വേരിയന്റേ വരുന്നുള്ളൂ. യൂണിക്കോൺ നമുക്ക് ഏകദേശം 1,21,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 1,10,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10,005 രൂപയുടെയാണ് ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് പറയുന്നത് ഹോർനെറ്റ് 2.0 ആണ്. അതിന് നമുക്ക് ഏകദേശം 1,50,000 രൂപ ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ് വരുന്നെങ്കിൽ ഇപ്പോൾ 1,45,000 രൂപ ആയിട്ടുണ്ട്. ഏകദേശം 13,020 ഡിഫറൻസ് നമുക്ക് ആ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് SP 160യുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1,23,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിക്ക് ഇപ്പോൾ 1,12,000 രൂപ ആക്കിയിട്ടുണ്ട്. ഏകദേശം 10,000 രൂപയുടെ ഡിഫറൻസ് അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് SP 160യുടെ ഡ്യുവൽ ഡിസ്ക് വേരിയന്റ് ആണെങ്കിൽ ഏകദേശം 1,29,000 രൂപ വരുന്ന വണ്ടിക്ക് ഇപ്പോൾ ഏകദേശം 1,18,000 രൂപ ആക്കിയിട്ടുണ്ട്. അതിനും ഏകദേശം 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അടുത്തതായിട്ട് NX 200 ആണ്. അതും പുതിയൊരു മോഡലാണ്. ഏകദേശം 1,69,000 രൂപ വരുന്ന വണ്ടിക്ക് ഇപ്പോൾ നമുക്ക് 1,55,000 എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം 13,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക്
ഈ ഒരു വില ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പുതിയ പ്രൈസ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഇളവും കാര്യങ്ങളൊക്കെ. ഇനി ഇത് കൂടാതെ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ ടാക്സിൽ കുറവ് വരുന്നുണ്ട്, ഇൻഷുറൻസിൽ കുറവ് വരുന്നുണ്ട്, അതുകൂടാതെ നമുക്ക് ആക്സസറീസിലും കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ കൂട്ടി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കുറച്ചുകൂടെ കുറവുകൾ നമുക്ക് വരുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ ടാക്സ്, ഇൻഷുറൻസ്, ആക്സസറീസിൻ്റെ വില ഇപ്പോൾ ഇത്രയും കൂടെ കുറയുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു 28% നിന്ന് 18% GST ആക്കിയ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിലക്കുറവിൽ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ വരിക. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 22-ാം തീയതി തൊട്ട് നമുക്ക് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്ത് അത് ബില്ല് ചെയ്യേണ്ടതാണ്. അപ്പം ഇതാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.